നമസ്തേ നമസ്തേ. അപ്പോൾ കേരളത്തിൽ ഇന്ന് ഒരു കൗൺസിലറിന് സുഗതൻ എന്നാണ് പേര്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തു. പോലീസ് ആകാശത്തിലേക്ക് വെടിവെച്ചു. അയാളുടെ ഭാര്യയുടെ താലിമാല പറിച്ചെടുത്തുകൊണ്ട് പോയി. അത് ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ 14ഉം 8ഉം വയസ്സുള്ള കുട്ടികളെയും മർദ്ദിച്ചു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് ഇനി 14, 8 വയസ്സല്ല, ഇനി ചിലപ്പോൾ 2 വയസ്സുള്ള ശിശുവാണെങ്കിലും പോലീസ് മർദ്ദിക്കും. കാരണം BJP എന്ന് പറഞ്ഞാൽ ഇവർക്ക് മുട്ടം കലിയാണ്. കേരളത്തിലെ ഈ ഹിന്ദു എന്ന് പറയുന്ന ആൾക്കാർ ചാണകത്തിൽ ചവിട്ടില്ല എന്നുള്ള പറയണം. അപ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. കോൺഗ്രസ്സിനല്ലേ അവർ വോട്ട് ചെയ്യണം, ഒന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അല്ലെ കോൺഗ്രസ്സിന്. അപ്പോൾ ഹിന്ദുക്കൾ ഇനിയും ചവിട്ട് മേടിക്കാൻ അത് കയ്യിലിരിക്കണ കാശ് വോട്ട് കൊടുത്ത് മേടിക്കണ ചവിട്ടാണത്. അതിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. BJPക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ബംഗാളിൽ മാറ്റം ഉണ്ടാകുന്നില്ലേ, അതേപോലെ കേരളത്തിൽ മാറ്റം ഉണ്ടാകും. പക്ഷേ കേരളത്തിലെ പ്രബുദ്ധ ആൾക്കാരല്ലേ, പ്രബുദ്ധ ജീവികളാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്ന ആളുകളാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അവർ യാതൊരു കാരണവശാലും ചാണകത്തിൽ ചവിട്ടില്ല. BJP എന്ന് പറയുന്ന ചാണകം ഷിറ്റാണെന്നാണ് പറയണത് അവർ. എന്നാൽ ഈ BJP ആണ് ഭാരതം മുഴുവനും ഭരിക്കുന്നത്. 17 സംസ്ഥാനങ്ങളിൽ BJP ആണ് ഭരിക്കുന്നത്. പിന്നെ വേറെ സംസ്ഥാനങ്ങളിൽ കൂട്ടുഭരണമുണ്ട്. ആകെ 3-4 സംസ്ഥാനങ്ങൾ മാത്രമേ മറ്റുള്ള ആൾക്കാർ ഭരിക്കുന്നുള്ളൂ. അപ്പോൾ ഭാരതത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും ചാണകം ചവിട്ടിക്കഴിഞ്ഞു. അവിടെ ഇതുപോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഇപ്പോൾ UPയിലോ ബംഗാളിലോ ബീഹാറിലോ മധ്യപ്രദേശിലോ മഹാരാഷ്ട്രയിലോ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവും. ഒരു ഹിന്ദുവിനോട് ഇങ്ങനെ കാണിക്കും, ഹിന്ദുവിൻ്റെ വീട്ടിൽ കയറി പോലീസ് നായായിട്ട് നടത്തൂല. കാരണം അവിടുത്തെ ആൾക്കാർക്ക് ഐക്യം. കേരളത്തിലെ ഹിന്ദു എന്ന് പറയുന്നത് ജന്തുവാണ്. അക്ഷരം തെറ്റാതെ ജന്തു എന്ന് വിളിക്കാവുന്നവനാണ് കേരളത്തിലെ ഹിന്ദു. അവർ ഇപ്പോൾ ഒരു കൂട്ടർ ഈഴവരെന്ന് പറയുന്നവർ, ഈ അവരുടെ നേതാവുണ്ടല്ലോ വെള്ളാപ്പള്ളി നടേശൻ, ഇയാൾ ഓട്ടോറിക്ഷനേലും കഷ്ടമാണ്. ലെഫ്റ്റിലോട്ട് സിഗ്നലിട്ട് റൈറ്റിലോട്ട് കൈ കാണിച്ച് സ്ട്രെയിറ്റായിട്ട് പോവുകയാണ്. അങ്ങനത്തെ ആളാണ് അയാൾ. അയാളൊന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. അയാൾ ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റിനെ കുറ്റം പറയും, ചിലപ്പോൾ കോൺഗ്രസിനെ കുറ്റം പറയും, ചിലപ്പോൾ തോന്നുന്നു ഇയാൾ BJPക്കാരനാണെന്നോ ഒന്നും. ആരൊക്കെയാണ് ഇയാൾ എന്ന് ഇയാൾക്ക് തന്നെ അറിയാൻ പാടില്ല. അങ്ങനത്തെ ഒരു നേതാവാണ് ഈഴവരുടെ നേതാവ്. പിന്നെ വേറെ ഒരെണ്ണമുണ്ട്, നായന്മാരുടെ നേതാവ് സുകുമാരൻ നായർ. അതങ്ങനെ വേറൊരു ജന്തു. എന്താണ് അതിൻ്റെ വർത്തമാനം? എന്താണ്? സമദൂര സിദ്ധാന്തം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണത്. അതായത് സമദൂരം എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും കോൺഗ്രസ് പാർട്ടിയോടും സമദൂരം. എന്തൊരു പുതിയ സിദ്ധാന്തമാണ് കണ്ടുപിടിച്ചത്. ഈ ഹിന്ദുക്കളിലെ ജാതി സംഘടനകളാണല്ലോ ഈ ഈഴവരുടെ SNDPയും നായന്മാരുടെ NSSഉം. ഈ ഈഴവരും നായന്മാരും കൂടി ചേർന്ന് കഴിയുമ്പോൾ തന്നെ കേരളത്തിലെ ഹിന്ദുക്കളിൽ പകുതിയിലധികം ഹിന്ദുക്കളായി കഴിഞ്ഞു, അതിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ അതിലുള്ള ഹിന്ദുക്കളുടെ പാർട്ടിയായ BJPയെ വെറുക്കുന്ന ഹിന്ദുക്കളാണ്. BJPനെ വെറുക്കുന്നത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും. അവരെന്തായാലും ഹിന്ദുക്കളെ വിഗ്രഹാരാധകരല്ലേ. വിഗ്രഹാരാധന അവരുടെ ദൈവം വെറുക്കുന്ന സംഗതിയാണെന്നാണ് പറഞ്ഞത്. ഞാൻ ഏറ്റവും അധികം വെറുക്കുന്നത് വിഗ്രഹാരാധനയാണ് എന്നാണ് യഹോവയും അള്ളാഹുവും പറയുന്നത്. വിഗ്രഹാരാധന മഹാപാപമാണെന്ന് പറഞ്ഞിട്ട് വിഗ്രഹാരാധകരുടെ നാട്ടിൽ വന്ന് ജീവിക്കുന്ന ആൾക്കാരാണ് അവർ. അതെന്തും ആയിക്കോട്ടെ. അപ്പോൾ അവർ വിഗ്രഹാരാധകരെ വെറുക്കുന്നത്, ഹിന്ദുക്കളെ വെറുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം അവർ കുട്ടിക്കാലം മുതൽ അവരുടെ കിതാബ് പഠിച്ച് അങ്ങനെ ആയിട്ടുള്ള ആളുകളാണ്. അത് അവരെ മാറ്റാൻ പറ്റില്ല നമുക്ക്. പക്ഷെ അതുപോലെയാണോ ഹിന്ദുക്കൾ വെറുക്കുന്നത്? മലർന്നു കിടന്ന് തുപ്പണ ആൾക്കാരല്ലേ.
BJP ചാണകം ചവിട്ടൂല, കേരളം ചാണകം ചവിട്ടൂല, ചവിട്ടണ്ട. അപ്പോൾ ഇതേപോലെ പോലീസുകാരെ ചവിട്ടും തൊഴിയൊക്കെ കൊള്ളേണ്ടി വരും. ഇത് പ്രശ്നം വഷളായിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ നോക്കൂ, കേരളം ഭരിക്കുന്നത് VD സതീശൻ. സതീശൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സതിയുടെ ഈശ്വരൻ, സതിയുടെ ഈശ്വരൻ ശിവൻ. പിന്നെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പോലീസ് മന്ത്രി രമേശ് ചെന്നിത്തല. രമേശ് എന്ന് പറയുന്നത് രമയുടെ ഈശ്വരൻ മഹാവിഷ്ണു. അപ്പോൾ വിഷ്ണുവും ശിവൻ എന്നൊക്കെ ആയിരിക്കും പേര്, പക്ഷേ ഇവറ്റകൾക്ക് ഹിന്ദുക്കളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരാൾ പേരുകൊണ്ട് ഹിന്ദുവും ആകുന്നില്ല, മുസ്ലിമും ആകുന്നില്ല, ക്രിസ്ത്യാനിയും ആകുന്നില്ല. ഇപ്പോൾ എൻ്റെ പേര് ടൈറ്റസ് ലിയോ എന്നാണ്. ഞാൻ പിന്നീട് ഗർഭാപ്പസിയായപ്പോൾ കാർത്തിക് ശിവകുമാർ എന്നായി. പക്ഷേ എൻ്റെ പാസ്പോർട്ടിലും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ടൈറ്റസ് ലിയോ എന്ന് തന്നെയാണ് പേര്. ഞാൻ മാറ്റാനും പോയിട്ടില്ല. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ കാർത്തിക് ശിവകുമാർ എന്ന് പറയും. ഞാൻ പറയുന്നതാണ് എൻ്റെ പേര്, അല്ലാണ്ട് ഒരു കടലാസിൽ എഴുതിയിരിക്കുന്നതല്ല എന്ന് കരുതുന്ന ആളാണ് ഞാൻ. ഇനി പോട്ടെ, ആരിഫ് ഹുസൈൻ പേര് നോക്കൂ, ആരിഫ്. അപ്പോൾ നമ്മൾ വിചാരിക്കും മുസ്ലിമാണെന്ന് വിചാരിക്കും. മുസ്ലിമാണോ? ഇസ്ലാം പേപ്പട്ടി മതമാണെന്ന് TV-യിലിരുന്ന് പറയുന്ന ആളാണ് അയാൾ. അയാളെയൊക്കെ സമ്മതിക്കണം കേട്ടോ. അയാളുടെ ചങ്കുറ്റത്തിന് ബിഗ് സല്യൂട്ട്. കാരണം ഇത്രയും തുറന്ന് പറയുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പിന്നിലൊരു സംഘടനയുണ്ട്. ഈ യുക്തിവാദികളെന്ന് പറയുന്ന നിരീശ്വരവാദികളുടെ സംഘടനയുടെ പിൻബലത്തിലാണ് അദ്ദേഹം ഇതൊക്കെ പറയുന്നത്. അല്ലാണ്ട് അദ്ദേഹം ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമുണ്ട് അതിന് പിന്നിൽ. നമ്മുടെ രവിചന്ദ്രൻ മാഷും അവരും കൂട്ടരൊക്കെയുള്ള അവരുടെ ഒരു സംഘടന. അപ്പോൾ പേരിൽ നിന്ന് നമുക്ക് ആരെയും തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പോൾ അലി അക്ബർ ഇപ്പോൾ രാമസിംഹനായി, എന്നാലും അദ്ദേഹം അലി അക്ബർ ആയിരുന്ന സമയത്തും ഇസ്ലാമിനെ നിശ്ചിതമായിട്ട് വിമർശിച്ചിരിക്കുന്ന ആളായിരുന്നില്ലേ. ഇസ്ലാം പേപ്പട്ടി മതമാണെന്ന് പറയുന്ന ആൾക്ക് ഇസ്ലാമിക പേരുണ്ടായതുകൊണ്ട് അയാൾ ഇസ്ലാമാവോ മുസ്ലിമാവോ? ആവത്തില്ല. അപ്പോൾ പേരല്ല മതം എന്ന് പറഞ്ഞാൽ, പേരല്ല മനസ്സാണ് മതം. അതുകൊണ്ട് രമേശനെന്നും സതീശനെന്നൊക്കെ പേരുണ്ടായതുകൊണ്ട് ഇവറ്റുകളൊന്നും ഹിന്ദു ആവില്ല. ഹിന്ദു ആകണമെങ്കിൽ ആ ഹിന്ദുവിൻ്റെ ഒരു മനസ്സ് വേണം. അതില്ല ഇവർക്ക്. ഇവർ നാമമാത്ര ഹിന്ദുക്കളാണ്, പേരിൽ മാത്രം ഹിന്ദുക്കൾ. ശരിക്കും പറഞ്ഞാൽ മുസ്ലിങ്ങളെക്കാളും ക്രിസ്ത്യാനികളെക്കാളും അപകടകാരികളാണ് ഇത്തരം ആൾക്കാർ. കാരണം പുറത്തുനിന്ന് വരുന്ന ആക്രമണത്തെക്കാളും നമ്മുടെ വീട്ടിൽ നിന്ന് വരുന്ന ആക്രമണമാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുക. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരു 10 മിനിറ്റ് വീഡിയോ ചെയ്തുകൊണ്ട് ഇപ്പം തന്നെ നാളെ എല്ലാവരും BJPക്ക് വോട്ട് ചെയ്യുന്ന ഒന്നും ഉള്ള വ്യാമോഹത്തിലൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്. എനിക്കറിയാം ഈ കേരളത്തിലെ ഈ പ്രബുദ്ധ കൊച്ചാണന്മാർ ഒരിക്കലും നന്നാവില്ലെന്ന് എനിക്കറിയാം. ഒരിക്കലും നന്നാവില്ലെന്നറിയാം. ഓന്മാരിങ്ങനെ ചവിട്ടും തൊഴിയും കൊള്ളും. കരച്ചിലായിരിക്കും. അയ്യോ ഞങ്ങളോട് പോലീസ് മോശമായി പെരുമാറുന്നേ. പോലീസ് പെരുമാറുന്നത് ഭരിക്കുന്ന പാർട്ടി ഏതാണോ അവരുടെ ഇംഗിതത്തിനനുസരിച്ചാണ് പോലീസ് പെരുമാറുന്നത്. BJP ഭരിക്കണ്ട എന്നല്ലേ നിങ്ങളുടെ തീരുമാനം, കേരളത്തിലെ ഹിന്ദുക്കളുടെ? അപ്പോൾ ഇങ്ങനെ പോവുള്ളൂ. ഇനി അത് കൂടുതൽ വേഴ്സാവുള്ളൂ, കുറച്ച് മോശമാവുള്ളൂ സിറ്റുവേഷൻ. അല്ലാണ്ട് നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, നന്ദി, നമസ്തേ, ഹർ ഹർ മഹാദേവ്, ജയ് ശ്രീറാം.